നമസ്കാരം. മഴക്കാലത്ത് പോകാൻ പറ്റിയ നല്ല കിടിലൻ ട്രെയിൻ റൂട്ട് വഴിയാണ് ഞങ്ങളിന്ന് യാത്ര പോകുന്നത്. ഞങ്ങളിപ്പോൾ ഉള്ളത് ബംഗളൂരുവിലാണ്. ഇവിടെ നിന്ന് ട്രെയിൻ കയറി ഷിരാഡിഘാട്ട് വഴി മംഗലാപുരത്തേക്കാണ് ഇന്ന് പോകുന്നത്. പോകുന്ന ട്രെയിൻ ബംഗളൂരുവിലെ യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7 മണിക്ക് മംഗളൂരു ജംഗ്ഷനിലേക്ക് പോകുന്ന ഗോമതേശ്വര എക്സ്പ്രസിനാണ്. രാവിലെ 5:50. ഞങ്ങളിപ്പോൾ KSR ബംഗളൂരു റെയിൽവേ സ്റ്റേഷന്റെ മുന്നിലാണ് ഉള്ളത്. ഇനിയിപ്പോ ഇവിടുന്ന് ഏതൊക്കെ വഴി നമുക്ക് യശ്വന്ത്പൂരിലേക്ക് പോകാം? ട്രെയിൻ വഴി പോവാം, മെട്രോ വഴി പോവാം, ബസ് വഴി പോവാം. ട്രെയിനിന്റെ കാര്യം പറയുവാണെങ്കിൽ രാവിലെ 6 മണിക്ക് ഹുബ്ബള്ളിയിലേക്ക് ഒരു ജനശതാബ്ദി ഉണ്ട്. അതിൽ പോകാൻ പറ്റില്ല, കാരണം വെച്ചാൽ അതിൽ ജനറൽ ക്ലാസ് ഒന്നും തന്നെ ഇല്ല. ഇനിയിപ്പോൾ അടുത്തത് മെട്രോന്റെ കാര്യം നോക്കുവാണെങ്കിൽ ഇവിടുന്ന് രാവിലെ മെജസ്റ്റിക്കിന് മെട്രോ സർവീസ് ഒന്നും ഓപ്പൺ ആയിട്ടില്ല. ഇനി അടുത്ത വഴി ബസ് മാത്രമേ ഉള്ളൂ. പിന്നെന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് ഓട്ടോ ചേട്ടന്മാരൊക്കെ ഉണ്ട്. അയ്യോ അത് വേണ്ട, അറിയാലോ ബാംഗ്ലൂരത്തെ കാര്യം. അതുകൊണ്ട് ഓട്ടോ നോക്കുന്നില്ല, കത്തിച്ചാതായിരിക്കും. നമുക്ക് നേരെ ഇനി മജസ്റ്റിക് ബസ് സ്റ്റാൻഡിൽ പോയിട്ട് BMTC കയറിയിട്ട് നേരെ യശ്വന്ത്പൂരിലേക്ക് പോവാം. ഇനിയിപ്പം നേരെ പോകുന്നത് ഇതിലൂടെയാണ്. മെജസ്റ്റിക് ബസ് സ്റ്റേഷൻ വലിയൊരു ബസ് സ്റ്റേഷൻ തന്നെയാണ് കേട്ടോ. ഇവിടുന്ന് പ്ലാറ്റ്ഫോം ഒക്കെ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ ഇവിടുന്ന് യശ്വന്ത്പൂരിലേക്കുള്ള BMTC ബസ് നോക്കി അതിൽ കയറാം. യശ്വന്ത്പൂർ വണ്ടിയാണ് കേട്ടോ ഇത്, യശ്വന്ത്പൂര്. അപ്പൊ നമുക്ക് ഇതിൽ കയറാം. 23-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്താണ് ബസ് വരിക. രാവിലെ തന്നെ ബംഗളൂരു നഗരത്തിലൂടെയുള്ള ഒരു ബസ് യാത്ര. 6 മണിയായി. ഇപ്പോൾ എത്ര മിനിറ്റ് കൊണ്ട് ഇനിയിപ്പോൾ അവിടെ എത്തും നോക്കാം. ബസ് ഏതൊക്കെയോ ചെറിയ വഴിയിലൂടെയൊക്കെയാണ് പോകുന്നത്. അതായത് മെയിൻ റോഡ് വഴിയൊന്നും അല്ല. ഇവിടെ സ്പേസ് വളരെ കുറവാണ്. 6:20 അങ്ങനെ യശ്വന്ത്പൂരിലെത്തി. അവിടെയാണ് സ്റ്റേഷൻ. 20 മിനിറ്റ് യാത്ര. ഇതിലൂടെ തന്നെയാണ് മെട്രോയും കടന്നു പോകുന്നത്. ഒരാൾക്ക് 23 രൂപയാണ് ടിക്കറ്റ് ആയത്. ഇനിയിപ്പോൾ നേരെ നമുക്ക് നടന്നു പോവാം സ്റ്റേഷനിലേക്ക്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നമ്മുടെ വണ്ടി പുറപ്പെടാൻ. യശ്വന്ത്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിലവിലിപ്പോൾ നവീകരണമാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇപ്പോൾ വലിയ സൗകര്യമൊന്നുമില്ല. ഈ സമയത്ത് ഇവിടെ എത്തുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനിയിപ്പോൾ പ്ലാറ്റ്ഫോം ഏതാണെന്ന് നോക്കി നേരെ കയറിയേക്കാം. ഇവിടെ നിലവിലിപ്പോൾ ഒരു വെയിറ്റിംഗ് റൂം പോലും ഇല്ല. ടിക്കറ്റ് കൗണ്ടർ വരെ താൽക്കാലികമാണ്. ഇത് 6-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. 4-ൽ നിന്നാണെന്നാ തോന്നുന്നത് ഇന്ന് വണ്ടി. 4-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ ഇതാ നമുക്ക് പോകാനുള്ള വണ്ടി ഓൾറെഡി വന്നിട്ടുണ്ട്. ഇത് വിസ്റ്റഡം കോച്ചാണ്. ആൾക്കാരൊക്കെ കയറി 1540 രൂപയാണ് ഇവിടുന്ന് മംഗളൂരുവിലേക്ക് ഈ കോച്ചിന്റെ ടിക്കറ്റ് ചാർജ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ കാണുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഞങ്ങൾക്ക് ഈ കോച്ചിൽ ടിക്കറ്റ് കിട്ടില്ല കേട്ടോ, അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തന്നെ എടുത്തേനെ. കാരണം ഈ പുറകുന്നുള്ള ഒരു വ്യൂ തന്നെയാണ് കിട്ടേണ്ടത്. നമുക്കെന്തായാലും നമ്മുടെ ഒരു കോച്ചിലോട്ട് തന്നെ പോവാം. ഇതിൽ 2 വിസ്റ്റഡോം കോച്ചുകളുണ്ട്. EV1 ഉണ്ട്, EV2 ഉണ്ട്. ഞങ്ങളിന്ന് യാത്ര ചെയ്യുന്നത് സ്ലീപ്പർ ക്ലാസ്സിലാണേ. അപ്പോൾ സ്ലീപ്പറിലോട്ട് പോവാം. WDP 4D ആണ് ലോക്കോമോട്ടീവായിട്ട് വരുന്നത്. മംഗളൂരു വരെ ഇത് തന്നെയാണ്. 6:39 ഇപ്പോൾ. ലോക്കോന്റെ ശബ്ദം നല്ല രസമല്ലേ? നമ്മുടെ ട്രെയിനിന്റെ നമ്പറൊക്കെ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഈ മുകളിൽ കാണുന്നതാണ് നമ്മുടെ ട്രെയിനിന്റെ നമ്പർ 165-75. ഗോമതേശ്വര എക്സ്പ്രസ് ആയിട്ടും കാർവാർ എക്സ്പ്രസ് ആയിട്ടും യശ്വന്ത്പൂർ മംഗളൂരു വീക്ക്ലി എക്സ്പ്രസ് ആയിട്ടും റേക്ക് ഷെയറിംഗ് ഉള്ള വണ്ടിയാണ് കേട്ടോ ഇത്. ഇതിന്റെ റേക്ക് ഷെയറിംഗിന്റെ കാര്യം പറയുവാണെങ്കിൽ ആഴ്ചയിൽ 3 ദിവസം ഗോമതേശ്വര എക്സ്പ്രസ്, 3 ദിവസം കാർവാർ എക്സ്പ്രസ്, 1 ദിവസം മംഗളൂരു വീക്ക്ലി എക്സ്പ്രസ്. അങ്ങനെയാണ്. ഈ ട്രെയിനിന്റെ കോച്ചുകളുടെ എണ്ണം പറയുവാണെങ്കിൽ 3 സെക്കൻഡ് സീറ്റിങ്ങുകളും, 1 സ്ലീപ്പർ ക്ലാസ്സും, 1 തേർഡ് AC എക്കണോമിയും, പിന്നെ ഉള്ളത് ചെയർക്കാറാണ്, അത് 1 എണ്ണമാണുള്ളത്. പിന്നെ വിസ്റ്റഡോം കോച്ച് 2 എണ്ണം, പിന്നെ ബാക്കി അൺറിസർവ്ഡ്. ഇതാണ് നമ്മൾ യാത്ര ചെയ്യുന്ന സ്ലീപ്പർ ക്ലാസ്. ഒരു മിഡിൽ ബെർത്തും ഒരു സൈഡ് അപ്പറുമാണ് ഞങ്ങളുടെ കോച്ച്. എന്നാ പിന്നെ അകത്തേക്ക് കയറിയേക്കാം. ഞങ്ങൾ കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഇതിന്റെ റേക്ക് ഷെയറിംഗ് ആയിട്ടുള്ള യശ്വന്ത്പൂർ മംഗളൂരു വീക്ക്ലി എക്സ്പ്രസ് ഇല്ലേ, അതിന്റെ അൺറിസർവ്ഡിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ഇന്ന് സ്ലീപ്പർ ക്ലാസ് ഞങ്ങൾ എടുത്തന്നേ ഉള്ളൂ. ഞങ്ങൾക്ക് അൺറിസർവ്ഡിൽ പോകണമെന്നാണ് ഉണ്ടായത്. ഇതിൽ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ഒരു സൈഡ് അപ്പറും മിഡിൽ ബെർത്തും ആണ്. സൈഡിൽ ഓവറിൽ ഇരിക്കണമെങ്കിൽ അവിടെ 2 പേര് ഓൾറെഡി ഉണ്ട്. RIC-കാരാണ് അവരുള്ളത്.
സുബ്രഹ്മണ്യ റോഡ് വരെയാണെന്ന് തോന്നല്ലേ? എല്ലാരും ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെയാണ് ചാർട്ട് നോക്കിയ സമയത്ത്. അവിടെ ഇരിക്കുന്ന സൈഡ് ഡോറിലെ ഫാമിലിയാണ്, അതായത് ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, 2 പിള്ളേരും ഇരിക്കുന്നുണ്ട്. സാധാരണഗതിയിൽ സൈഡ് അപ്പുറം കിട്ടിയ ആള് താഴെ വന്നിരിക്കാനുള്ള റെയിൽവേ റൂൾ ഉണ്ടല്ലോ. ഇപ്പൊ വേണമെങ്കിൽ നമുക്ക് പറയാം ഒരാൾക്ക് താഴെ ഇരിക്കണം, കാരണം വെച്ചാൽ നമുക്ക് വീഡിയോ ഒക്കെ ചിത്രീകരിക്കാൻ എളുപ്പമായിരുന്നു. പക്ഷെ ആൾക്കാർ കൂടുതലല്ലേ? പക്ഷെ നമ്മളൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് പരസ്പരം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് പിന്നെ എന്തായാലും അവിടെ കയറി ഇരിക്കാൻ പറ്റില്ലല്ലോ. അതെ, യശ്വന്ത്പൂരിന്ന് മംഗളൂരു ജംഗ്ഷൻ വരെ സ്ലീപ്പർ ക്ലാസ്സിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 270 രൂപയാണ്. കറക്റ്റ് 7 മണിക്ക് തന്നെ യശ്വന്ത്പൂരിന് ഇതാ വണ്ടി എടുത്തു. അവിടെ പഴയ ബ്ലൂ ICF കോച്ച് കാണാം. ഇത് ബീഹാറിലെ സഹർസയിൽ യശ്വന്ത്പൂരിലേക്ക് വന്നൊരു സ്പെഷ്യൽ ട്രെയിൻ ആയിരുന്നു. 9 മണിക്കൂറാണ് വണ്ടി ലേറ്റായിട്ട് ഇവിടെ എത്തിയത്. ഇതിപ്പോൾ കാണുന്നുണ്ടല്ലോ, ഒരു വല്ലാത്തൊരു നെസ്റ്റ് തന്നെയാണ്. ഇപ്പം ഇതൊന്നും ഇല്ലല്ലോ. കൂടുതലും ബീഹാർ സൈഡിൽ നിന്ന് വരുന്ന വണ്ടികൾക്ക് തന്നെയാണ് ഇപ്പോൾ നിലവിൽ ബ്ലൂ ICF കോച്ച് ഉള്ളത്. ഈസ്റ്റ് സെൻട്രൽ റെയിൽവേൻ്റെ ഒരു കോച്ചാണത്, EC. ഇവിടെ മൊത്തം അതേ ഉള്ളൂ. എന്ത് ഭംഗിയല്ലേ കാണാൻ. ശരിക്കും ഇതന്നെ മതിയായിരുന്നു, ഈ ഒരു കളർ കോഡ്. എന്തിനാണ് അവ മാറ്റിയത്? 7:15 ട്രെയിൻ ഇപ്പോൾ ചിക്കബണാവര റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇത് ജംഗ്ഷൻ വരാൻ കാരണം നമ്മളിപ്പോൾ വന്ന യശ്വന്ത്പൂർ ലൈൻ, ഇനിയിപ്പോൾ പോകുന്ന ഹാസൻ ലൈൻ, മറ്റൊന്നുള്ളത് അർസിക്കരെ. 8:10 ട്രെയിൻ ഇപ്പോൾ കുണിഗൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടുന്ന് അൺറിസർവ്ഡിലേക്ക് കയറാൻ ആൾക്കാരുണ്ട്. സ്റ്റേഷൻ്റെ പ്ലാറ്റ്ഫോമിൻ്റെ ഇവിടെ തന്നെ കുറച്ച് മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നല്ല പച്ചപ്പാണ്. അങ്ങ് കാണുന്ന അതാണ് ഗോമതേശ്വര പ്രതിമ. ട്രെയിനിൽ നിന്ന് പോകുമ്പോൾ തന്നെ പ്രതിമയുടെ കാഴ്ചകളൊക്കെ കാണാനായി സാധിക്കുന്നതാണ്. മലയുടെ മുകളിലാണ് പ്രതിമ. ട്രെയിൻ ഇപ്പോൾ ശ്രാവണബലഗോള സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ശ്രാവണബലഗോള സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ എത്തുകയാണ്. ഇവിടെ ആകെ 3 പ്ലാറ്റ്ഫോമുകളുണ്ട്. സ്റ്റേഷനിൽ കാണുന്നൊരു കാഴ്ചയാണ് ഇതൊക്കെ. തെങ്ങുകളാണ് ഇവിടെ കൂടുതലും. സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു വഴിയാണിത്. ഇവിടെയാണ് ഇതാ ആ ഒരു പ്രതിമയുടെ നല്ലൊരു ചിത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ ട്രെയിന് 2 മിനിറ്റാണ് സ്റ്റോപ്പ്. ഈ ട്രെയിനിൻ്റെ പേര് ഗോമതേശ്വര എന്നാണല്ലോ. ശ്രാവണബലഗോളയിലെ ഗോമതേശ്വര പ്രതിമയിൽ നിന്ന് തന്നെയാണ് ഈ ട്രെയിൻ ആ പേര് കിട്ടിയത്. ഗോമതേശ്വര, ബാഹുബലി എന്നും കൂടെ പറയാം. ആ ഒരു പ്രതിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ ലോകത്തിലത്തെ ഏറ്റവും ഉയരം കൂടിയ ഒറ്റക്കൽ പ്രതിമ, അതായത് മോണോലിത്തിക് പ്രതിമ എന്ന് പറയും. 57 അടിയാണ് അതിന്റെ ഉയരം വരുന്നത്. റെയിൽവേ സ്റ്റേഷന് 3.5 കിലോമീറ്റർ ഉണ്ട് ദൂരം. ട്രെയിൻ ഇപ്പോൾ ചെന്നരായപട്ന എന്നൊരു സ്റ്റേഷനിലെത്തിയേ. ഇവിടെ ഒരു അമൃത് ഭാരതിന്റെ MT റേക്ക് ഉണ്ട്. ഇതാ വണ്ടി ഇവിടുന്ന് എടുത്തു. ഒരു MT റേക്ക് പുതിയതാ. 9:57 ട്രെയിൻ ഇപ്പോൾ ഹാസൻ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. WDG4 ആണിത്. ഇവിടെ വണ്ടി നേരത്തെ എത്തി. പത്തേ 5-നെത്തി. 10:15 വണ്ടി ഇവിടുന്ന് പുറപ്പെടേണ്ടത്. പക്ഷെ നേരത്തെ തന്നെ എത്തിയല്ലോ. ഇതിലൂടെ ഒരു ക്രെയിനൊക്കെ പോകുന്നത് കാണാം. സ്റ്റേഷൻ്റെ കുറച്ച് നവീകരണ പണികൾ തന്നെയാണ് ഇവിടെ കാണുന്നത്. പിന്നെ ഈ ഒരു റൂട്ടിലൂടെ വരുമ്പോൾ രാവിലെ കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ട്രെയിനിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. ഇഡ്ഡലിയും പുലാവും അങ്ങനത്തെ കുറച്ച് ഐറ്റംസൊക്കെ ട്രെയിനിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. ഹാസൻ ജംഗ്ഷൻ വരാൻ കാരണം ഇവിടുന്ന് 4 ലൈനുകളാണ് ഉള്ളത്. ഒന്നിപ്പോൾ നമ്മൾ വന്ന ശ്രാവണബലഗോള, ഇനിയിപ്പോൾ പോകുന്ന സകലേഷ്പൂര്, പിന്നെ ഒന്നുള്ളത് മൈസൂര്, പിന്നെ അർസിക്കരെ. കർണാടകയിലെ ഏറ്റവും വലിയ KSRTC ബസ് സ്റ്റാൻഡ് ഉള്ളത് ഈ ഹാസനിലാണ്. ഇവിടുന്ന് നേരിട്ട് കേരളത്തിലേക്ക് ബസ്സൊക്കെ ഉണ്ട്. ഒരു നോൺ AC വണ്ടിയാണ് എറണാകുളത്തേക്ക്. നമ്മൾ എറണാകുളം വഴി യാത്ര ചെയ്യുന്ന സമയത്ത് ഹാസൻ വണ്ടിയൊക്കെ അവിടെ പലപ്പോഴും കാണാറുണ്ട്. മൈസൂരു യശ്വന്ത്പൂർ എക്സ്പ്രസ് ആണ് ഈ കടന്നു വരുന്നത്.
WDP 4B. വലിയൊരു വളവാണ്. ലോക്ക വരെ കാണാം. ഹേമാവതി റിവർ. നമ്മളിപ്പോ സകലേശ്പൂരിലേക്ക് എത്തുകയാണ്. (11:03) ട്രെയിൻ ഇതാ സകലേശ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് നമ്മുടെ ട്രെയിനിൻ്റെ മുന്നിൽ എക്സ്ട്രാ ലോക്കോമോട്ടീവുകൾ അറ്റാച്ച് ചെയ്യുന്നത്. കാരണം ഇനിയാണ് നമ്മുടെ മനോഹരമായ ട്രെയിൻ റൂട്ട് ആരംഭിക്കുന്നത്. അതായത് ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയിട്ടാണ് പോവുക. ഇവിടെ ഒരു WDG 4G ഒക്കെ ഉണ്ടല്ലോ. ഇതാ രണ്ടെണ്ണം ഉണ്ട്, ട്വിൻ. ഇനി ഈ സ്റ്റേഷൻ കഴിഞ്ഞാണ്ടല്ലോ അടുത്ത സ്റ്റേഷൻ ഇപ്പോഴേ ഇല്ല, സുബ്രഹ്മണ്യ റോഡാണ്. 2 മണിക്കൂർ കഴിയും. അപ്പോൾ ഇവിടുന്ന് എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിച്ചു വെക്കാം. ഞങ്ങൾ സകലേശ്പൂർ റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയേ. സ്റ്റേഷൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ഇവിടെയാണ്. പിന്നെ ഈ ഭാഗത്ത് തന്നെയാണ് ഓട്ടോ സ്റ്റാൻഡൊക്കെ. ഇവിടെ നവീകരണം നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് പൊടിയും കാര്യങ്ങളൊക്കെയാണ് കൂടുതലും. ഇനിയിപ്പോൾ അങ്ങോട്ട് നല്ല മഴക്കാറ് തന്നെയുണ്ട്. എന്തായാലും അടിപൊളി ആവട്ടെ യാത്ര. വണ്ടി ഇത് അവിടെ വന്ന് നിർത്തിയതല്ലേ ഉള്ളൂ. നമ്മളിപ്പോൾ ഉള്ള സകലേശ്പൂരില്ലേ, ഇത് സമുദ്രനിരപ്പിൽ നിന്നും 906 മീറ്റർ ഉയരത്തിലാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് സുബ്രഹ്മണ്യ റോഡ്. അത് വെറും 120 മീറ്റർ ഉയരത്തിൽ മാത്രമാണുള്ളത്. അതായത് നമ്മൾ ഇറങ്ങി പോവുകയാണ്. ഇങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇറങ്ങി പോകുമ്പോൾ ട്രെയിനിന്റെ മുന്നിൽ ഘടിപ്പിക്കുന്ന ലോക്കോമോട്ടീവുകളെ ബ്രേക്കർ എന്ന് പറയും. ഇനിയിപ്പോൾ കയറ്റം കയറി പോകുന്ന ട്രെയിൻ ആണെങ്കിൽ പുറകിലാണ് ഘടിപ്പിക്കുക. അങ്ങനെയുള്ള ലോക്കോമോട്ടീവുകളെ ബാങ്കർ ലോക്കോമോട്ടീവ് എന്നാണ് പറയുക. ഇനി പോകുന്ന ഒരു ഘാട്ട് സെക്ഷന്റെ പേര് ഷിരാടി ഘാട്ട് എന്നാണ്. അപ്പം മനോഹരമായ റൂട്ടാണ്. അതിന്റെ പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ 57 ടണലുകൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 258 പാലങ്ങൾ വരുന്നുണ്ട്. അതുപോലെ തന്നെ 108 ഷാർപ്പ് കർവുകൾ വരുന്നുണ്ട്. ഈ ഒരു റൂട്ടിൽ എന്ന് പറഞ്ഞല്ലോ അടുത്ത സ്റ്റോപ്പ് സുബ്രഹ്മണ്യ റോഡാണെന്ന്. 55 കിലോമീറ്റർ പോകാൻ വേണ്ടിയിട്ട് ഈ ട്രെയിൻ എടുക്കുന്ന സമയം 3 മണിക്കൂറാണ്. അതായത് മണിക്കൂറിൽ 30 കിലോമീറ്റർ വേഗതയിൽ ഈ പറഞ്ഞ ട്രെയിനുകളൊന്നും ഈ റൂട്ടിൽ ഓടൂല. അപ്പൊ ഇതുവഴി ഉണ്ടല്ലോ, അപ്പം വന്ദേ ഭാരത് മംഗളൂർ ടു ബാംഗ്ലൂർ വന്ദേ ഭാരത് ഒക്കെ വരുന്നുണ്ട് പറയുന്നുണ്ട്. അപ്പൊ അത് പറഞ്ഞാൽ നമ്മുടെ മുംബൈയിൽ നിന്ന് ഷിർദിയിലേക്ക് പോകുന്ന വന്ദേ ഭാരതും അതുപോലെ തന്നെ മുംബൈയിൽ നിന്ന് സോളാപൂരിലേക്ക് പോകുന്ന വന്ദേ ഭാരതൊക്കെ ഇല്ലേ, കർജാത്തും കസാറഘട്ടൊക്കെ പോകുന്നത്. അപ്പൊ ഈ വന്ദേ ഭാരതുകൾ ഘാട്ട് സെക്ഷനിൽ പ്രത്യേകതയുണ്ട്. അതായത് ഇതിനൊരു എമർജൻസി ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഈ ഒരു എന്താ പറയുക ഘാട്ട് സെക്ഷനിലേക്ക് ഘടിപ്പിച്ച ശേഷം മാത്രമേ വന്ദേ ഭാരതൊക്കെ സർവീസ് ചെയ്യുള്ളൂ. ഇനിയിപ്പോൾ ഞങ്ങൾ പെട്ടെന്നകത്തേക്ക് കയറുവാണ് കേട്ടോ. കുറേ നേരമായി പുറത്ത്. ഇനിയിപ്പോൾ നമുക്ക് ആ ഒരു ലോക്കൊക്കെ അപ്ലൈ ചെയ്യുന്ന ഒരു കാഴ്ചയൊക്കെ പോയിട്ട് കാണാം. സകലേശ്പൂർ ഇവിടെ ഓൾറെഡി ബ്രേക്കർ കപ്പിൾ ചെയ്തു കേട്ടോ. നമ്മൾ പോയി ഇവിടെ വരുന്ന സമയത്ത് തന്നെ 2 ബ്രേക്കറുകളാണ് ഇവിടെ ഘടിപ്പിച്ചിട്ടുള്ളത്. ഇതാ അപ്പോൾ ടോട്ടലി 3 ലോക്കോമോട്ടീവുകളാണ് നമ്മുടെ ട്രെയിനിൻ്റെ മുൻഭാഗത്തായിട്ടുള്ളത്. ട്രെയിൻ ഒരു 10 മിനിറ്റിനുള്ളിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് പുറപ്പെടും. ഇവിടെ നിന്ന് ഇപ്പോഴേ വണ്ടി എടുക്കില്ല കേട്ടോ. ഒരു വണ്ടി വരാനുണ്ട്. മംഗളൂരിൽ നിന്ന് യശ്വന്ത്പൂരിലേക്ക് പോകുന്ന വീക്കിലി എക്സ്പ്രസ്. ആ വണ്ടി വന്നാൽ മാത്രമേ ഇവിടുന്ന് വണ്ടി പോകുള്ളൂ. കാരണം ഇത് സിംഗിൾ ലൈനാണ്. മംഗളൂരു ജംഗ്ഷൻ യശ്വന്ത്പൂർ വീക്കിലി ഇതാ വരികയാണ്. WDP 4D ആണ് ലോക്കോമോട്ടീവ്. ഇതിൻ്റെ മുന്നിലാണ് കേട്ടോ വിസ്റ്റഡം കോച്ച്. എന്തെടുപ്പല്ലേ. മംഗളൂരിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് പോകുമ്പോൾ വലിയ വ്യൂ ഒന്നും കിട്ടൂല. ഈ വിസ്റ്റഡം മുന്നിലായതുകൊണ്ട് സൈഡ് വ്യൂ മാത്രം കിട്ടും. ഈ ട്രെയിനിൻ്റെ പുറകിലുണ്ടായിരുന്ന
ബാങ്കർ ലോക്കോമോട്ടീവുകൾ ഇതാ. WDG4 ആണ്. 2 നമ്മുടേതും WDG4 തന്നെയാണ്. അങ്ങനെ റൂട്ടിലെ കാഴ്ചകൾ ഇതാ ആരംഭിക്കുകയാണ്. സീനറി ഇവിടെയൊക്കെ കോട കയറിയിരിക്കുകയാണ്. റൂട്ടിലെ ടണൽ ഏകദേശം ആകാനായി. റൂട്ടിലെ ആദ്യത്തെ ടണൽ. ആദ്യത്തെ ടണലിൽ മാത്രമേ ഈ പൂക്കല് വിളി ഉണ്ടാവുള്ളൂ കേട്ടാ. ഒരു 2-3 ടണൽ കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടാവില്ല. മാക്സിമം ഒരു 5-6, അതിന്റെ മേലെ കൊക്കലുണ്ടാവില്ല. അതെപ്പോഴും അങ്ങനെ തന്നെയ. ഒന്നിൽ നിന്ന് മാറി അടുത്തൊരു ടണലിലേക്ക് കയറുകയാണ്. എന്റെ പൊന്നെ, ഇന്ന് കാണുന്നൊരു വ്യൂ നോക്കിയേ. ലോക്കോ, അതായത് മുന്നിൽ തന്നെ 2 ലോക്കോ ഉണ്ട്. ഇനി ഇതിന്റെ പുറകിൽ എത്ര ഉണ്ട് നോക്കാം. ഓ, ഇതിനെ പുഷ് ചെയ്യുന്നത് WDG4G ആണ് കേട്ടോ. നമ്മളിവിടെ എത്രയോ ഹൈറ്റിലെത്തി. നമ്മളും മലയിപ്പം ഒരേപോലെയാണ്. ഇവിടെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടാവും. അതൊക്കെ ക്ലിയർ ചെയ്യാനുള്ള വണ്ടികളൊക്കെ ഉണ്ട് ഇവിടെ. ട്രെയിനിപ്പോൾ യടുക്കുമാരി എന്നൊരു സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. അതിന് മുന്നേ തന്നെ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് ഇതൊക്കെ. പന്ത്രണ്ട് 50 ട്രെയിനിപ്പോൾ യടുക്കുമാരി എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തി. ഇവിടെ നിലവിൽ സ്റ്റോപ്പൊന്നുമില്ല, പക്ഷെ നിർത്തുമോ നോക്കാം.
നിർത്താറുണ്ട് ഇത്. സ്റ്റേഷന്റെ ഭാഗത്ത് കാണുന്ന കാഴ്ചയാണ് ഇതൊക്കെ. നല്ല വ്യൂ ആണ് കേട്ടോ. പിന്നെ മരങ്ങളാണ് സ്റ്റേഷനില്. ഇതാണ് മെയിൻ പ്ലാറ്റ്ഫോം. വണ്ടി ഇതാ ഇവിടെ നിർത്തുകയാണ്. യഡ്കുമാരിയിൽ ട്രെയിൻ ജസ്റ്റ് ഒന്ന് നിർത്തിയ സമയത്ത് കുറേ ആൾക്കാരാണ് ഇവിടെ ഇറങ്ങുന്നത്. ഇത്ര നേരം നിർത്താതെ വന്നതല്ലേ. ഇവിടെ ഇപ്പം മഴയൊന്നുമില്ല കേട്ടോ, നല്ല വെയിലാണ്. ഇവിടെ ഒരു 10 മിനിറ്റോളായി വണ്ടി നിർത്തിയിട്ട്, ഇതുവരെ എടുത്തിട്ടില്ല. കുറേ ആൾക്കാർ ഇപ്പോൾ പുറത്തിറങ്ങി. ഈ വണ്ടിയുടെ സ്ലീപ്പർ ക്ലാസ്സിലായാലും ഡോറിൻ്റെ ഭാഗത്ത് ആൾക്കാർ ഈ സ്റ്റെപ്പിൽ ഇരിക്കുന്നൊക്കെ ഉണ്ട്. ഞങ്ങളൊരിക്കലും സ്റ്റെപ്പിൽ ഇരിക്കില്ല, കുറച്ച് പുറകോട്ട് മാറിയിട്ടാണ് വീഡിയോ ഒക്കെ പകർത്തുന്നത്. കൊച്ചു കുട്ടികൾ വരെയുണ്ട് അങ്ങനെ ഇരുന്നിട്ട് പോകുന്നത്. യഡ്കുമാരിയിൽ 20 മിനിറ്റോളാണ് ട്രെയിൻ നിർത്തിയത്. അങ്ങനെ ഇവിടുന്ന് വണ്ടി എടുത്തു. എൻ്റെ പൊന്നെ, ഇവിടെ നിന്നൊക്കെ കാണുന്നൊരു കാഴ്ച നോക്കിയേ, ചുറ്റും മലനിരകൾ മാത്രം. ഈ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് ഇതിലേക്ക് പ്ലാസ്റ്റിക്കുകളൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഇവിടെ കോട കയറുന്നത് കാണാം. മൂന്ന് ലോക്കോമോട്ടീവുകളും പോകുന്നത് കാണാം. ഇതൊരു സ്റ്റേഷനാണേ. ഇവിടെ നിന്നുള്ള കാഴ്ച ഇത്. തിരുവാകലു സ്റ്റേഷൻ. ഇനി അടുത്ത് തന്നെയാണ് സുബ്രഹ്മണ്യ റോഡ്. ഇത് ട്രാക്ക് വല്ല വർക്കൊക്കെ നടക്കുന്നതാന്ന് തോന്നുന്നു. മഴക്കാലത്ത് നല്ല പണി തരുന്ന റൂട്ട് കൂടിയാണ് ഇത്. ട്രെയിനിന്റെ അകത്തൂടെ തന്നെ ഭക്ഷണം പോകുന്നുണ്ട്. പ്രത്യേകിച്ച് വേറൊന്നുമില്ല, വെജിറ്റബിൾ പുലാവാണ്. 2 വാങ്ങി, ഒരെണ്ണത്തിന് 50 രൂപയാണ്. 2:22 ട്രെയിൻ ഇപ്പോൾ സുബ്രഹ്മണ്യ റോഡ് സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഗാർഡ് സെക്ഷനൊക്കെ എങ്ങനെ കഴിഞ്ഞു. ഇത് 1-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഈ ട്രെയിനിലെ കൂടുതൽ ആൾക്കാരും ഇറങ്ങുന്ന ഒരു സ്റ്റേഷൻ ഇതാണ്. ഇവിടെ 5 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ സ്റ്റേഷൻ്റെ ഒരു ഭാഗം ഇതാണ്. നല്ല തിരക്കന്നെ. ഇവിടെ ഇത്ര ആൾക്കാർ ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷന് 12 കിലോമീറ്റർ മാറിയിട്ടാണ് കുക്കെ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. അതുപോലെ തന്നെ നമ്മളിന്ന് വന്ന ഷിരാടി ഘട്ടില്ലേ, ശരിക്കും പറഞ്ഞാല് നല്ല മഴ പെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പോലെ തന്നെ പണി കിട്ടുന്ന ഒരു റൂട്ട് കൂടിയാണ്. കാരണം വെച്ചാൽ മണ്ണൊക്കെ ഇടിഞ്ഞ് ട്രെയിനൊക്കെ ക്യാൻസൽ ചെയ്യാറുണ്ട്. ഞങ്ങൾ ഈ ഒരു ട്രെയിൻ നേരത്തെ തന്നെ ബുക്ക് ചെയ്താണ്. ഞങ്ങളുടെ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടായത്, അതായത് നല്ല മഴ പെയ്തിട്ട് പണിയൊന്നും കിട്ടില്ല എന്നാണ്. കാരണം കഴിഞ്ഞ വർഷം അടക്കം എന്താ പറയുക ഒരുപാട് ട്രെയിനുകളൊക്കെ ക്യാൻസൽ ആയതാണ്. ഇതേ റൂട്ടിൽ തന്നെയാണ് പഞ്ചഗംഗയും അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് കണ്ണൂർ വണ്ടിയും മുരുടേശ്വർ FMVT വണ്ടിയൊക്കെ പോകുന്നത്. ഇനിയിപ്പോൾ ഇവിടുന്ന് നമ്മുടെ ആ ഒരു ഘടിപ്പിച്ച ഒരു ബ്രേക്കറില്ലേ, ഇവിടുന്ന് റിമൂവ് ചെയ്യും. ഈ റൂട്ടിൽ ഇലക്ട്രിഫിക്കേഷൻ്റെ പണികളൊക്കെ ഏതാണ്ട് പൂർത്തിയായി തന്നെ പറയാം. ഇനി വളരെ കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുള്ളൂ. ആൾക്കാരൊക്കെ പോയതിനു ശേഷം സ്റ്റേഷൻ്റെ ഒരു കാഴ്ചയാണിത്. ഇവിടെയും നവീകരണമൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സ്റ്റേഷൻ തന്നെയാണ്. ഇവിടുന്ന് വണ്ടി എടുക്കാനുള്ള സമയമായി. ഇനിയിപ്പോൾ 2 സ്റ്റേഷനും കൂടെ ഉള്ളൂ. മംഗളൂരു സെൻട്രൽ സുബ്രഹ്മണ്യ റോഡ് പാസഞ്ചറൊക്കെ ഉണ്ട് കേട്ടോ. (3:19) ട്രെയിൻ ഇപ്പോൾ കബക്കപ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇവിടെ 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. ഇത് ഹോണടി കേൾക്കാം. ഈ ട്രെയിൻ ആകെ ആഴ്ചയിൽ 3 ദിവസം മാത്രമാണ് സർവീസ് ഉള്ളത്. ബാംഗ്ലൂരിൽ നിന്ന് ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിൽ. ബാക്കി ഇത് ഓടാത്ത ബാക്കി ദിവസങ്ങളിൽ മറ്റ് ഇതിൻ്റെ റേക്ഷരങ്ങളിലെ വണ്ടികൾ ഓടും. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് വണ്ടി എടുത്തു. ഇവിടെ ആകെ 2 പ്ലാറ്റ്ഫോമുകളാണ് ഉള്ളത്. ഇന്ന് മഴയില്ല എന്ന് മാത്രമല്ല, നല്ല വെയിലാണ്. ഇത് പ്ലാറ്റ്ഫോം നമ്പർ 1 നേത്രാവതി.
നല്ല കാറ്റാണ്. ഈ നേത്രാവതി നദിയിൽ തന്നെ നമുക്ക് മംഗളൂരു സെൻറ്ററിൽ നിന്ന് കാസർഗോഡ് ഭാഗത്തേക്ക് പോകുമ്പോഴും കാണാനായി സാധിക്കും. അവിടെ ഇതിനെക്കാട്ടിയും വീതി കൂടുതലാണ്. ട്രെയിൻ ഇപ്പോൾ ബണ്ട്വാൾ റെയിൽവേ സ്റ്റേഷനിലേക്കാണ് എത്തുന്നത്. ഞാൻ പറഞ്ഞില്ല, ഈ ഭാഗത്തുനിന്നും ഒരു കാർമേഘം പോലും ഇല്ല, തെളിഞ്ഞ ആകാശം. പക്ഷേ നമ്മൾ അവിടുന്ന് സകലേഷ്പുരത്ത് വണ്ടിയിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ചെറിയ രീതിയിലൊക്കെ മഴ ഉണ്ടായിരുന്നു. അത് പെട്ടെന്ന് പോയി. മഴ ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായേനെ. മഴക്കാലമല്ലേ ഇത്. 3:44 ട്രെയിൻ ഇപ്പോൾ ബണ്ട്വാൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. BNTL എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ഇത് തന്നെയാണ് 1-ാം നമ്പർ പ്ലാറ്റ്ഫോം. ഇനി അടുത്ത് തന്നെയാണ് മംഗളൂരു ജംഗ്ഷൻ, ഈ ട്രെയിനിൻ്റെ അവസാന സ്റ്റോപ്പ്. മഡ്ഗാവ് ഉടുപ്പി ഭാഗത്തു നിന്ന് വരുന്ന ട്രെയിനാണിത്. നമ്മളിപ്പോൾ മംഗളൂരുവിലേക്ക് ഇതാ എത്തുകയാണ്. മംഗളൂരു ജംഗ്ഷൻ എത്തുന്നതിന് മുന്നേ വലിയ വളവാണ്. യശ്വന്ത്പൂരിൽ നിന്നും 357 കിലോമീറ്റർ യാത്ര ചെയ്ത് ട്രെയിൻ ഇതാ മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. 4:12 ഇവിടെയുള്ള വണ്ടി അന്ത്യോദയാണ്. രാത്രിയിൽ ഇനി തിരുവനന്തപുരം നോർത്തിലേക്ക് പോകുന്ന വണ്ടി. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. നമ്മൾ വന്ന വണ്ടിയില്ലേ, ഇത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേ ആണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. മംഗളൂരു ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ പുറത്തെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷന്റെ ഭാഗത്തേക്ക് പോവാണ്. ഇവിടെ തന്നെ പ്രീപെയ്ഡ് ഓട്ടോ ഒക്കെ കിട്ടും. പിന്നെ ചെറിയ പൈസക്ക് നമുക്ക് ബസ്സിന് തന്നെ എത്താമല്ലോ. ഇവിടെ നിന്ന് വളരെ കുറച്ച് നടന്നാൽ മെയിൻ റോഡെത്തും. അവിടെ നിന്ന് ഇഷ്ടംപോലെ ബസ്സുകൾ കിട്ടും. മംഗളൂരു ജംഗ്ഷൻ. ഈ മംഗളൂരു ജംഗ്ഷനൊക്കെ സദേൺ റെയിൽവേയിൽ പാലക്കാട് ഡിവിഷന് കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനാണ്. നേരെ നടക്കാം. ഇവിടെയാണ് 2 വീലർ പാർക്കിംഗ് ഒക്കെ വരുന്നത്. ഈ മുന്നിൽ കാണുന്ന വഴിയില്ലേ, അതുവഴിയാണ് നമുക്കിനി നടന്നു പോകാനുള്ളത്. ഇത് ചെറിയ വഴിയാണേ. നമുക്കിനി കുറച്ചും കൂടെ നടന്നു പോകാനുണ്ട്. റെയിൽവേ സ്റ്റേഷൻ വഴിയുള്ള ആ റോഡ് വഴി നടന്നു വരുമ്പോൾ ഈ ഭാഗത്താണ് നമ്മൾ നടന്നെത്തുന്നത്. ഇവിടെയാണ് ബസ് സ്റ്റോപ്പ്. ഇനി ബസ്സിന് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. വരട്ടെ, പോകാനുള്ള ബസ് വരികയാണ്. നമുക്കെന്തായാലും പ്രൈവറ്റിന് തന്നെ പോവാം. പമ്പുവല്ലെത്തി. മുകളിലൂടെയാണ് ഹൈവേ. മഹാവീര സർക്കിൾ. ഇതൊരു പഴയ ടൈപ്പ് ബസ്സാണ് കേട്ടോ. ഇതിൻ്റെ ആ ഒരു ഇതൊക്കെ കണ്ട. വൈകുന്നേരം ആയതുകൊണ്ട് നല്ല തിരക്ക് തന്നെ. ഒരാൾക്ക് 20 രൂപയാണ് ബസ് ടിക്കറ്റ് ആയത്. ഇനി ഞങ്ങൾ നേരെ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ ഭാഗത്തേക്ക് നടന്നു പോവുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഇപ്പം തന്നെ ഒരു ട്രെയിൻ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലോട്ട് പോവാൻ. പെട്ടെന്ന് തന്നെ നടന്നെന്നാൽ പോയേക്കാം. അങ്ങനെ നടന്നിപ്പോൾ മംഗളൂരു സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ്റെ മുന്നിലെത്തി. ഇവിടെയാണ് 2 വീലർ പാർക്കിംഗ് ഒക്കെ. സ്റ്റേഷൻ്റെ മെയിൻ ഭാഗമൊക്കെ ഇത് തന്നെയാണ്. ഞങ്ങളിനി നേരെ വീട്ടിലോട്ട് പോവുകയാണേ. അപ്പോൾ ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ട്രെയിൻ കയറി ആദ്യം നീലേശ്വരത്തേക്ക് പോകണം. 4:55 ഇവിടുന്ന് ചെന്നൈയിലേക്കുള്ള സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. ഇപ്പം 4:45 ഇനി 10 മിനിറ്റും കൂടി ഉള്ളൂ. ഞങ്ങൾ ബസ്സിൽ വരുന്ന സമയത്ത് തന്നെ അൺറിസർവ്ഡ് ടിക്കറ്റ് എടുത്തു. റെയിൽ വൺ വഴിയാണ് എടുത്തത്. എന്നാൽ പിന്നെ നേരിന് കയറിയേക്കാം. ഞങ്ങൾ മുന്നിലത്തെ അൺറിസർവ്ഡിലാണ് കയറുന്നത്. മിക്കവാറും സീറ്റൊന്നും കിട്ടൂലേ ഇനി. വണ്ടി പോകാൻ അത്രയല്ലേ ഉള്ളൂ. ഞങ്ങൾ 5:05 കണ്ണൂർ വണ്ടിക്കോ അല്ലെങ്കിൽ 5:40 മാവേലിക്കോ പോകാനാണ് പ്ലാൻ ഉണ്ടായത്.
നേരത്തെ എത്തിയതുകൊണ്ട് പിന്നെ ഭാഗ്യം വണ്ടി കിട്ടി. 5:05 കണ്ണൂരിലേക്ക് പോകുന്ന വണ്ടിയാണിത്. ഇതിന്റെ കോച്ച് കണ്ട നമ്മുടെ പഴയ ജനശതാബ്ദി ഇല്ലേ, അതിന്റെ ആ ഒരു കോച്ച് തന്നെയാണ്. ഭാഗ്യത്തിന് ഒരു എമർജൻസി വിൻഡോ തന്നെ കിട്ടി. മംഗളൂരു സെൻട്രലിൽ നിന്നും കറക്റ്റ് 4:55 തന്നെ ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് അങ്ങനെ എടുത്തു. നേത്രാവതി ക്യാബിനാണിത്. മംഗളൂരു ജംഗ്ഷന്ന് മംഗളൂരു സെൻട്രൽ ടച്ച് ചെയ്യാതെ വരുന്ന ആ ഒരു ലൈനാണിത്, കാസർഗോഡ് ഭാഗത്തേക്ക്. നേത്രാവതി നദിയുടെ ഭാഗത്ത് പോയി എത്തുകയാണ്. നമ്മൾ നേരത്തെ ബണ്ട്വാൾ റെയിൽവേ സ്റ്റേഷൻ എത്തുന്നതിന് മുന്നേ നേത്രാവതി നദി കണ്ടില്ലേ, അതിനേക്കാളും കുറച്ചും കൂടെ വീതി ഇവിടെയാണ്. അങ്ങ് അതിലൂടെയാണ് ഹൈവേ കടന്നു പോകുന്നത്. ഇന്നൊരു ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് ഈ ട്രെയിനിലും തിരക്ക് കുറവ്, റോഡിലും കുറച്ച് തിരക്ക് കുറവായിട്ട് കാണുന്നത്. നല്ല രസമല്ലേ, കർണാടക RTC കാണാം, DCയിലൊക്കെ പോകുന്നതാണ്. മംഗളൂരു കാസർഗോഡ് ഒരു ചെയിൻ സർവീസ് ആയിട്ട് തന്നെ KSRTC ഉണ്ട്. കർണാടക RTC ഉണ്ട്, കേരള RTC ഉണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ടാണ് കേട്ടോ ഈ ജനറലൊന്നും വലിയ തിരക്കില്ലാത്തത്. ബാക്കിയുള്ള ദിവസമാണെങ്കിൽ ഇവിടുന്ന് തന്നെ നല്ല തിരക്ക് വരേണ്ടതാണ്. ട്രെയിൻ ഇപ്പോൾ കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്ന് എന്തായാലും അണ്ടർസൈഡിൽ നല്ല തിരക്കുണ്ടാവും. ട്രെയിൻ ഇപ്പോൾ കാഞ്ഞങ്ങാടെത്തി. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. ട്രെയിൻ ഇപ്പോൾ നീലേശ്വരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ നിന്നൊക്കെ അണ്ടർസൈഡിൽ കയറാൻ നല്ല തിരക്കുണ്ട്. അങ്ങനെ നീലേശ്വരത്ത് നിന്ന് MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് പോവുകയാണ്. നാളെ രാവിലെ ഇതിപ്പോൾ ചെന്നൈയിലെത്തും. നല്ലൊരു വണ്ടിയാട്ടോ ഇത്. ഇവിടെ സ്റ്റോപ്പില്ലാത്തൊരു വണ്ടിയാണല്ലോ. ഗരീബ് രഥ് അല്ലേ ഇത്? അതെ, ഗരീബ് രഥ. കോഴിക്കോട് KSR ബംഗളൂരുവിനെ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യാണ്. എന്റെ പൊന്നോ, കിടിലൻ. കോഴിക്കോട് KSR ബംഗളൂരു എക്സ്പ്രസ് അതങ്ങ് കയറിപ്പോയി. ഞങ്ങളിനി ഇവിടുന്ന് ബസ് കയറി നേരെ വീട്ടിലോട്ട് പോവുകയാണേ. 30 കിലോമീറ്ററാണ് ദൂരം, അതായത് 1 മണിക്കൂർ ബസ് യാത്ര. ഞങ്ങൾ ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ ബസ് സ്റ്റോപ്പ് ഉണ്ട്. നമുക്ക് പോകാനുള്ള ബസ്സാണ് ഈ വരുന്നത്. മാലം കൊന്നക്കാട് RMS. പ്രൈവറ്റ് ബസ് ആയതുകൊണ്ടാണ് ബസ്സിൽ തിരക്കേയില്ല. നമുക്കൊരു അരമണിക്കൂർ യാത്ര കൂടിയുണ്ട്. ബസ്സൊക്കെ ഇറങ്ങി ഇനി ഞങ്ങൾ വീട്ടിലോട്ട് നടക്കുകയാണേ. 1 കിലോമീറ്റർ നടന്നു പോകാനുണ്ട്. രാത്രിയല്ലേ, ഇവിടെ പിന്നെ വെളിച്ചൊക്കെ ഉള്ളത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. രാവിലെ തന്നെ ബംഗളൂരിൽ നിന്ന് തുടങ്ങിയ യാത്രയാണ്. ബസ്സും ട്രെയിനൊക്കെ മാറി കയറി അങ്ങനെ വീട്ടിലെത്തി. ഞങ്ങളുടെ മഹാരാഷ്ട്ര, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലൂടെയുള്ള ഒരു മൺസൂൺ യാത്രയാണ്. ഇനിയിപ്പം അടുത്തൊരു യാത്ര ഉടനെ തന്നെ ഉണ്ട്, അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റൊരു ബൈ.